ഒരിക്കൽ ഞാൻ എൻ്റെ ഭാര്യയുമായി ലണ്ടനിലേക്ക് പോവുകയാണ്. അപ്പോൾ 2 സീറ്റാണ്, ഒരു സീറ്റ് ഇവിടെ, ഒരു സീറ്റ് ഇവിടെ ഫ്രണ്ടിൽ. എൻ്റെ എയർക്രാഫ്റ്റാണ്. അങ്ങനെ ഞാൻ കുറേ ഫ്ലൈറ്റ് ഓടി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഭാര്യയെ നോക്കുകയാണ്. അപ്പോൾ ഭാര്യ നോക്കുമ്പോൾ ഭാര്യ അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്ത് സംഭവിച്ചു പോയി? കാരണം ഫ്ലൈറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദനയോ? കാരണം ഫ്ലൈറ്റ് ഒരു സ്ഥലത്തും അങ്ങനെ ഇറക്കാൻ പറ്റാവുന്ന രീതിയല്ല. ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ ടർക്കിയിലെ ഇസ്തംബൂളിന്റെ മുകളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. എന്താണ് അവൻ സംഭവിച്ചത്? ഞാൻ അങ്ങനെ തട്ടി വിളിച്ചു. അപ്പൊ ഞാൻ വിളിക്കുന്നുണ്ട്, കേൾക്കണില്ല. തട്ടി വിളിച്ചു എൻ്റെ ഭാര്യ. അങ്ങനെ വിളിച്ചപ്പോ നോക്കുമ്പോ ഇതിൻ്റെ ഉള്ളിൽ 2 സാധനങ്ങൾ ഫിക്സ് ചെയ്തിരിക്കണം. ഏത്? നോക്കുമ്പോൾ അത് വയലാണ്. വയൽ കേൾക്കുകയാണ്. വയൽ കേട്ടിട്ടാണ് കരയുന്നത്. ഞാൻ ചോദിച്ചത് ആരുടെ വയലാണ് റബ്ബേ? കരയിപ്പിക്കുന്ന വയൽ കേൾക്കട്ടെ. അങ്ങനെ ഇതൊക്കെ എടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ആള് ശരിയായി. അപ്പൊ അത് വേറെ ഒരു ലോകത്തിലേക്കാണ് അവർ പോയത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇതാ തുലിയത്ത് അലിഹിമായാത്തുന, നമ്മുടെ ആയത്തുകൾ കേൾക്കുമ്പോൾ കിടിലം കൊള്ളുന്ന ഹൃദയം, വസിലത്ത് ഖുലൂബുഹും, ഖൽബുകൾ. അപ്പൊ അതായിരിക്കണം. ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊക്കെ ഐപാഡിലാണല്ലോ. ഐപാഡ് മേടിച്ച് നോക്കിയപ്പോ അത് ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ് കബീർ ബാഖവിയുടെ വായവാണ്. അത് കേട്ടിട്ടാണ് ഭാര്യ കരഞ്ഞത്. അപ്പൊ കരയിപ്പിക്കാനും ആള് വയറ് പറഞ്ഞുകൊണ്ട് കരയിപ്പിക്കാനായത് നമ്പർ 1 എന്ന് എനിക്ക് അപ്പൊ മനസ്സിലായി. അങ്ങനെ അതെടുത്ത് ഞാൻ കുറച്ച് കേട്ടു. ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ലോവർ മ്യൂസിയത്തിനെ പറ്റി പറയുകയാണ്, അല്ലേ? അദ്ദേഹം പറഞ്ഞു, ലണ്ടനിലെ ലോവർ മ്യൂസിയം, അതിൽ മൊണാലിസ എന്ന് പറഞ്ഞ വിശ്വോത്തരമായ ഒരു പെയിന്റിംഗ് ഉണ്ട്, മൊണാലിസ. അതിനെ പറ്റിയൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. അങ്ങനെ ഞാൻ ലണ്ടനിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ PA, ആ മലബാറിലെ വലിയൊരു പണ്ഡിതന്റെ മകനും കൂടിയാണ് എൻ്റെ ഒരു PA, ഫസലിനോട് പറഞ്ഞു, എനിക്ക് 2 PA-മാരാണ്, ഫസലൊന്ന് ഷാഹിദ്. അപ്പൊ ഞാൻ ഹോളിഡേക്ക് പോകുമ്പോൾ ഞാൻ ഫസലിനെ വിടുക, ഷാഹിദിന് ലീവ് കൊടുക്കും, എന്റെ മാതിരി ലീവ് എടുക്കാൻ വേണ്ടി. അപ്പൊ ഫസലിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്, ഇത്രയും അറിഞ്ഞത് ആണ്. അപ്പൊ ഫ്ലൈറ്റ് വെച്ച് ഞാൻ വിവരങ്ങൾ പറഞ്ഞു. ലോവർ മ്യൂസിയം പാരീസിലാണ്, ഫ്രാൻസിലെ പാരീസിലാണ്. മൊണാലിസ ഡാവിഞ്ചിയാണ്. കാരണം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞപ്പോ ഉടനെ ഗൂഗിളിലേക്ക് നോക്കും. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ആരംഭിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കഥ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്.